കാരണമവനറിയാമലേ മിക വിനോദവനമുതേ കണ്ണായിൻ മനമികളെ പായുരേ. ഹലോ, ഞാനിപ്പോൾ ഗുരുവായൂരിലാണ് കേട്ടോ. ഇവിടെ വീഡിയോസിന് ഫോട്ടോസിനൊക്കെ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് അധികം ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസ് ആണ്. എനിക്ക് ഇവിടെ വന്ന് എനിക്ക് കിട്ടുന്നൊരു സമാധാനവും സന്തോഷവും അതെനിക്ക് വേറെ എവിടെ പോയാലും കിട്ടാറില്ല. ഒരു ലാസ്റ്റ് 2024 ഇപ്പോൾ ലാസ്റ്റ് 3 years ആയിട്ട് എല്ലാ മാസവും ഞാനിവിടെ വരാണ്. ഞാനും അമ്മയും അമ്മൂമ്മയും ഒക്കെ. ഇപ്രാവശ്യം ഞാനും അമ്മയും ഇളയമ്മയും കൂടെയാണ് വന്നേക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പീസ് ഓഫ് മൈൻഡ്, ഒരു പോസിറ്റീവ് എനർജി, അതൊരു ഡിഫറെൻ്റ് ഫീലാണ്. നല്ല ഫ്രഷ് ആയിട്ട് ഒരു 1:30 ആയപ്പോൾ ഇവിടെ എത്തിയൊരു എനിക്ക് തോന്നുന്നു ഒരു 3:30 ആയപ്പോൾ വാഗച്ചാർത്ത് കാണാൻ പറ്റി. എനിക്ക് ഇതുവരെയും നിർമ്മാല്യവും വാഗച്ചാർത്തും കാണാൻ പറ്റില്ല. ബട്ട് ഇപ്രാവശ്യം ഫസ്റ്റ് ടൈം ഈ വാഗച്ചാർത്ത് കാണാൻ പറ്റി. ഐ എം സോ ഹാപ്പി. എനിക്കത് കാണാൻ പറ്റുമെന്നുള്ള എനിക്ക് വിചാരിച്ചില്ല. അതിനുശേഷം രാവിലെ 7:45 ശിവേലി കണ്ടു. പോസ്റ്റ് ചെയ്യണം. അത് മാത്രമല്ല സ്കൂളിലൊക്കെ തുറക്കുന്ന ടൈമായിട്ട് അധികം തിരക്കുമില്ല. ക്യൂ ഒക്കെ പെട്ടെന്ന് തന്നെ പോയി. അത് ഭഗവാനെ നന്നായിട്ട് കാണാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ശിവേലി കാണാൻ പറ്റി, രാവിലെ വാഗച്ചാർത്ത് കാണാൻ പറ്റി. പിന്നെ പാൽപ്പായസം വാങ്ങി. ഗുരുവായൂരിലെ പാൽപ്പായസം എൻ്റെ ഫേവറേറ്റ് ആണ്. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുരുവായൂരിലെ പാൽപ്പായസം. നിൽക്കുന്ന മൈൻഡൊക്കെ ഭയങ്കര പോസിറ്റീവ് ഫീലാട്ടോ. ലൈക്ക് നല്ല സമാധാനം, ഭയങ്കര കാമായിരിക്കും. എന്തൊരു പോസിറ്റീവ് എനർജി നമുക്ക് ചുറ്റുമുള്ള പോലെയൊക്കെ തോന്നും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇവിടെ വരുമ്പോൾ അത്രയും എനിക്ക് അങ്ങനത്തെ ഫീൽ തോന്നിയിട്ടുണ്ട്. എന്തൊരു പോസിറ്റീവ് എനർജി എനിക്ക് ചുറ്റുമുള്ള പോലെ. എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളേ, നമ്മൾ വിചാരിക്കുമെന്ന് നമുക്ക് ഗുരുവായൂർ വരാൻ പറ്റില്ല. ഭഗവാൻ വിചാരിക്കുമ്പോൾ മാത്രമേ ഗുരുവായൂർ വരാൻ പറ്റുള്ളൂ. ഭഗവാൻ തന്നെ വിചാരിക്കണം ആരെപ്പോൾ ഇവിടെ ഗുരുവായൂർ നിൽക്കണം. അത് കുറേയൊക്കെ ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മുടെ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിരിക്കും നെസ്കഫേ ഞാൻ ഒരു കോൾഡ് കോഫി വാങ്ങിച്ചു കുടിച്ചു.